ഫുട്ബോൾ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷം ലാ ലീഗിന്റെ ടേബിളിൽ തലപ്പത്ത് റയൽ മാഡ്രിഡ് എത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ ബാഴ്സലോണ വേഴ്സസ് ജിറോണ മത്സരത്തിൽ ബാഴ്സലോണയുടെ ഞെട്ടിക്കുന്ന തോൽവി എന്നല്ല പറയേണ്ടത്, അതിന് വേറെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. ഒരുമാതിരി മറ്റവിടുത്തെ കളിയായി പോയി എന്ന് പറയാൻ പറ്റില്ലേ. അങ്ങനത്തെ കളി കളിച്ചിട്ട് അവർ ജിറോണയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 2-1 പരാജയപ്പെടും. തുടർച്ചയായി 2 മത്സരങ്ങൾ ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ പരാജയപ്പെട്ടിരിക്കുകയാണ്. അറ്റ്ലറ്റിക്കോ വിട്ടിട്ട് കിടത്തി ഉറക്കിയപ്പോ ആ ഉറക്കിയതിനെ എടുത്ത് മൂടി വെച്ചെന്ന് പറയല്ലേ. ഉറക്കിയ ആളിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മൂടിയിട്ട് മണ്ണിട്ട് മൂടാന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇന്നലെ ജിറോണ ചെയ്തത്. ഇന്നലെ കളി കഴിഞ്ഞതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് റഫറിങ്ങിനെ കുറിച്ച് ഞാൻ ഈ റഫറിങ്ങിലേക്ക് ഒന്നും വരുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു, ഞാൻ ബാഴ്സ പ്ലേയേഴ്സിനെ കുറിച്ച് കുറ്റം പറയുന്നില്ല, ഹൻസി ഫ്ലിക്കിനെ കുറിച്ച് കുറ്റം പറയുന്നില്ല, ആരെക്കുറിച്ച് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ കുറ്റം പറയുന്ന ഒരു ടീമുണ്ട്, ബാഴ്സയുടെ മാനേജ്മെന്റ്. അവരെ കുറിച്ച് പറയാതിരിക്കാൻ ഈ തോൽവികൾക്ക് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇലക്ഷൻ അടുത്ത മാസം 15-ാം തീയതി മാർച്ച് 15 നടക്കാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള തോൽവികളൊക്കെ നല്ല കാര്യങ്ങളാണ്, പുതിയ സൈന്യങ്ങളൊക്കെ എന്നാലേ ഉണ്ടാവുള്ളൂ. ഇത് ഉള്ള ടീമും ആ ലാമാസയും വെച്ചിട്ട് ഹൻസി ഫ്ലിക്കിനും ഇല്ലയുടെ ഒരു പരിധികളൊക്കെ, ആ പ്ലേയേഴ്സിന് ഒരു റെസ്റ്റ് കിട്ടണമെങ്കിൽ റെഡ് കാർഡ് അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ പരിക്ക്, ഇതല്ലാതെ പ്ലേയേഴ്സിന് റെസ്റ്റ് ഇല്ല. 90 മിനിറ്റ്സ് പരമാവധി കളിപ്പിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ റൊട്ടേഷൻ ഇല്ല. അതൊക്കെ വരുന്ന സമയത്ത് ഒരു പൊസിഷനിൽ ഒരു 2 ആൾക്ക് പരിക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കളിക്കാൻ വരാൻ പ്ലേയേഴ്സ് ഇല്ല. അറ്റ്ലറ്റിക്കോ മഡ്രിഡിനെതിരെയുള്ള മത്സരത്തിൽ കണ്ടതാണ്, റഫീനും റാഷ്ഫോർഡും ഇല്ലാതായപ്പോൾ ആ വിങ് തളർന്ന് കിടക്കാം. ഒരു കൈ തളപാതം പിടിച്ചു കിടക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥയായി പോയി ബാഴ്സലോണയുടെ. അത് ശരിക്കും മനസ്സിലാക്കിയ സിമിയോണി അവർ ഗംഭീര പെർഫോമൻസ് അതിൽ നടത്തിയിട്ട് 4-0 വിജയിച്ചു. അടുത്ത കളിയിൽ ഇതാ വലക്കാനുമായിട്ട് 3-0 അവർ തോറ്റത്. ഇതേ ടീമാണ് ഇറങ്ങിയത്. വലക്കാനോടെ ഹോം ഗ്രൗണ്ടിൽ നിന്നുള്ള ഒറ്റ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിനോടാണ് 4-0 തോറ്റെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. എന്താ പറഞ്ഞാൽ നമ്മൾ ഫുൾ ടീമല്ല, സ്ക്വാഡ് ഫിറ്റ് അല്ലെങ്കിൽ അപ്പോൾ ഹൈ ലൈനൊക്കെ കുറച്ചൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് കുറച്ച് പുറകോട്ടൊക്കെ അടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. ഇന്നലത്തെ കളിയിൽ എടുത്തു പറയേണ്ട ഡിഫൻസിന്റെ ആണ്. എമ്മാതിരിയാണോ ഈ ഡിഫൻസ് കാണിക്കുന്നത്. ആ ഒരു ഗോൾ കീപ്പർ ഇല്ലായിരുന്നെങ്കിൽ ചിലവ് ചുരുങ്ങിയ ഒരു 5-6 ഗോളൊക്കെ നില വല്ലൊളിക്കാറുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ബാഴ്സലോണയ്ക്ക് കിട്ടില്ല അവസരങ്ങൾ. അതിൽ ഏറ്റവും സങ്കടപ്പെടുന്നത് യമാലിന്റെ പെനാൾട്ടി ആട്ടോ. എന്താ ചങ്ങായി കാണിച്ചത്. ചില കളിക്കാർക്കുണ്ട്, കളിയിൽ ഇങ്ങനെ ഓരോ കളിയിലും ഗോളും അസിസ്റ്റുകളും ഇങ്ങനെ അടിച്ചു കൂട്ടുമ്പോൾ കുറച്ചൊരു ഓവർ കോൺഫിഡന്റ് അങ്ങോട്ട് വരും. അതാണ് ഇന്നലെ യമാലിന്റെ ആ കിക്കിൽ കണ്ടത്. അത്രയും ആ ഒരു എന്താ പറയുക, അത്രയും ഓവർ കോൺഫിഡന്റ് അല്ലെങ്കിൽ അത്രയും സിമ്പിൾ ആക്കി എടുത്ത് നോക്കിയതാ. അവിടെ സ്റ്റേഗനല്ല എന്നുള്ള ഓർക്കണം കേട്ടോ. എന്നിട്ടും ഗോൾ കീപ്പർ അല്ല, പോസ്റ്റിൽ തട്ടിയിട്ട് പുറത്തു വന്നു. എന്താ ഈ ചങ്ങായിമാർക്ക് പോസ്റ്റ് ചലഞ്ച് വല്ലതും ഹൻസി ഫ്ലിക്ക് നടത്തുന്നത് ഡൗട്ടാണ്. ഈ സീസണല്ല, കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ബാറിൽ അടിക്കുന്ന ടീം ബാഴ്സലോണയ്ക്ക്. ഇന്നലെ റഫീനയുടെ ഒരു കിടിലൻ ഷോട്ട് ബാറിൽ തട്ടി പോകുന്നുണ്ട്. അതേപോലെ ഓരോ കളികളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മതി. ഓൽമ ആയിക്കോട്ടെ, ഫെർമിൻ ആയിക്കോട്ടെ, എല്ലാവരും ബാർ ചലഞ്ച് നടത്തുന്നുണ്ടോ ഒരു സംശയം തന്നെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഓരോ മത്സരങ്ങൾ നമുക്ക് എടുത്തു നോക്കിയാൽ മതി. ആ മത്സരങ്ങളിലൊക്കെ മിക്കവാറും ബാഴ്സ സമനിലയെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. കിട്ടില്ല ചാൻസുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ യമാലിന്റെയോ റഫീനയുടെ ഒക്കെ കിട്ടില്ല ചാൻസുകൾ. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 3 ഗോളൊക്കെ മിനിമം സ്കോർ ചെയ്യേണ്ട അവസരങ്ങളുണ്ടായിരുന്നു. അവസാനം ഓൽമോനെ ഫൗൾ ചെയ്തതിന് എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നതിന്റെ ഫസ്റ്റ് ഹാഫിന്റെ എക്സ്ട്രാ ടൈമിൽ പോകുന്ന സമയത്ത് തന്നെ ഒരു കിടിലൻ പെനാൽറ്റി കിട്ടുകയാണ്. പെനാൽറ്റി അവസരം മുതലാക്കാൻ വേണ്ടി വരുന്നത് റഫീനയായിരുന്നു. ആദ്യം കിക്ക് എടുക്കാൻ വേണ്ടി വന്ന്, പിന്നെ പെട്ടെന്ന് യമാൽ ആ ബോൾ ആവശ്യപ്പെട്ടെന്ന് വിചാരിക്കുന്നു. യമാലിന് കിക്ക് കൈമാറാണ്. യമാൽ എടുത്താണെങ്കിലോ ഒരു ഏറ്റവും മോശം എന്താ പറഞ്ഞാല് ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ റഫീനെ കൊടുക്കുന്ന ഒരു പാസ് ഉണ്ട്. ആ സാധനം യമാൽ എടുത്തപ്പോൾ തന്നെ വിചാരിച്ചു യമാലിന്റെ കാര്യം. അതേപോലെ ഇന്നത്തെ ഈ അടുത്ത കാലത്തുള്ള കളികൾ നോക്കിയാൽ യമാലിന്റെ ഏറ്റവും മോശം പെർഫോമൻസ് ആണ്. റഫീനയുടെ ഒക്കെ അൺലക്കി എന്ന് പറയുമ്പോൾ എത്ര ചാൻസുകളാണെന്നറിയോ ഗോളാക്കി മാറ്റാനുള്ള സുവർണ്ണ അവസരങ്ങൾ കിട്ടിയത്. ഡിഫൻഡർമാരും അതേപോലെ തന്നെ ഫിനിഷിംഗ് ഇല്ലായ്മ, എന്താ പറഞ്ഞാൽ ആള് പരിക്ക് മാറിയിട്ടൊക്കെ വരുമ്പോൾ ഓരോ കളിയൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇന്നാലും ഫസ്റ്റ് ഹാഫിൽ തന്നെ ചുരുങ്ങിയ ഒരു 3 ഗോൾ അടിക്കേണ്ട ചാൻസുകൾ ബാഴ്സലോണയ്ക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അടിച്ചില്ല? ഡിഫൻസിന്റെ കുറ്റപ്പെട്ട് കാര്യമില്ല. ഡിഫൻസ് ഇങ്ങനെ തന്നെയാണ്. ഹൻസി ഫ്ലിക്കിന്റെ ഹൈലൈൻ കളിക്കുന്ന സമയത്ത് ഓഫ് ലൈൻ ട്രാപ്പിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഹൈലൈൻ ഇത് കളിക്കുന്ന സമയത്ത് എന്തായാലും ഗോളുകൾ വഴങ്ങും. പിന്നെ അത്രയും പക്കായിട്ടുള്ള ഡിഫൻസ് ഒരു 3 പേര് ബാക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്കായിട്ട് ഇതുള്ളത് ഒരു ബാൽഡയും കുണ്ടയും കുബാർസിയും ജെറാർ മാർട്ടിനും അല്ലെങ്കിൽ ഗാസിയും അല്ലെങ്കിൽ അറോഹും ഇതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മൾ ഒപ്പിക്കണം. അപ്പൊ ഒപ്പിക്കുമ്പോൾ ചില കളികളിലൊക്കെ കളിക്ക് സിറ്റുവേഷൻ അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റവും വലിയ വില കൊടുത്താണ് ഇന്റർ മിലാനായിട്ടുള്ള സെമി ഫൈനലിൽ ആ ഒരു സമയത്ത് നമ്മൾ ബോൾ ഹോൾഡ് ചെയ്ത് ഹൈലൈനൊക്കെ ഒന്ന് കീപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഇറങ്ങി കളിച്ചാണെങ്കിൽ ചിലപ്പോൾ ഫൈനലിൽ PSG-ക്കെതിരെ നേരിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഇതൊക്കെയാണ് അതിലൊക്കെ ചില അൻസിഫ്ലിക്ക് ചില കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച വരുത്തിയില്ലെങ്കിൽ അൻസിഫ്ലിക്കിന് ജർമ്മനിയിലും അതേപോലെ തന്നെ ജർമ്മൻ ടീമിലും അതേപോലെ തന്നെ ബാഡ് മ്യൂണിക്കിലൊക്കെ സംഭവിച്ച പോലെ ഇവിടെ നിന്നും ഒരു സാക്ക് മണക്കുന്നുണ്ട്. അത് ഈ സീസണിൽ അല്ലെങ്കിലും വരും സീസണിൽ നടത്താൻ ചാൻസ് കൂടുതലാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 1-2 സീസണൊക്കെ അടിപൊളിയായിരിക്കും, 3ാമത്തെ സീസൺ മുതൽ കാലിടാൻ തുടങ്ങും. അങ്ങനെ ഒക്കെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എന്താ പറഞ്ഞാൽ എതിർ ടീമുകളൊക്കെ പഠിച്ചു വരും. ഈ ഒരു ഓഫ്ലൈൻ ട്രാപ്പും ഹൈലൈനൊക്കെ കളിക്കുന്നത് പഠിച്ചു വരും. എന്താ പറയുക, സെൻട്രലിലൊക്കെ പോയിട്ട് ഹൈലൈൻ അതിനനുസരിച്ചുള്ള ഫിസിക്കാലിറ്റി ഉള്ള പ്ലേയേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒക്കെയാണ് നമുക്കത് ബീറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് കളിക്കുന്ന സ്ട്രൈക്കർമാരെയും അതേപോലെ വിങ്ങേഴ്സിനെയൊക്കെ ബീറ്റ് ചെയ്യാനുള്ള ഡിഫൻഡർമാരുണ്ടെങ്കിലും ഒക്കെയാണ്. പക്ഷെ ഇന്നലെ എനിക്ക് ആ കണ്ട കാര്യം, ഞാനൊരു ഫോട്ടോ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാം. ആ ജോൺ ഗാസിയ പറയുന്ന ഗോൾ കീപ്പർ ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുക, ബോൾ ഒരു അറ്റംപ്റ്റ് സേവ് ചെയ്ത് വിടുന്നു, റീബൗണ്ട് വന്നിട്ട് വീണ്ടും അവർ ട്രൈ ചെയ്യുന്നപ്പോൾ കുബാർസി അവിടെ ഇങ്ങനെ ഓടാൻ വേണ്ടി ഇരിക്കുന്ന പോലെ ഈ സ്ലോ മോഷനിൽ ഇങ്ങനെ ഇരിക്കുക ഗ്രൗണ്ടിൽ, ഇങ്ങനെ ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താ ഒരു അവസ്ഥ! അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട് ഓരോ ഗോൾ അടിക്കുന്ന സമയത്തും നോക്കി നിൽക്കുകയാണ്. കുറച്ച് പേര് മാത്രം പ്രസിദ്ധ കളിച്ചത് ഇന്നലെ മിഡില് ഗ്യാപ്പാണ്. പെഡ്രി ഇല്ല എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ പെഡ്രിനെ മാത്രം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ വരുന്നത്. പെഡ്രി മാത്രമല്ലല്ലോ, വേറെയും പ്ലേയേഴ്സ് ഇല്ലേ. അപ്പൊ എന്നും പെഡ്രി മാത്രമല്ല, നമുക്ക് പെഡ്രി പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ആൾക്കാർ വേണം. ഇന്നലെ ഡിഫൻസിൽ എന്താ കാണിച്ചത്? അതേപോലെ മിഡ്ഫീൽഡിൽ തുറന്ന് കിടക്കുക. അതേപോലെ കളി കഴിഞ്ഞിട്ട് ജോൺ ഗാസിയ പറഞ്ഞൊരു വാക്കുകളുണ്ട്, ഞാൻ കുറെ സേവ് ചെയ്തൊക്കെ ശരിയാണ്, പക്ഷെ സേവ് ചെയ്തുകൊണ്ടായില്ല. നമ്മൾ കളി ജയിക്കണമെങ്കിൽ നമ്മുടെ ഡിഫൻഡർമാരിനെ മറികടന്നിട്ടാണ് എനിക്ക് ബോൾ വരുന്നത്, ആ ബോളാണ് ഞാൻ സേവ് ചെയ്യുന്നത്, അതിൽ കാര്യമില്ല. അപ്പോൾ ആ ഒരു ഡിഫൻഡിലേക്ക് വരാതെ ബ്ലോക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഡിഫൻഡർമാരുടെ കടമയാണ്. എങ്ങനെ അത് ചെയ്യുന്നില്ല? ബോൾ ഏറ്റവും അവസാന അറ്റംപ്റ്റ് വരെ പെനാൾട്ടി ബോക്സിന് ഉള്ളിൽ വരെ കൊണ്ടുവരും. അതിന് മുമ്പ് തന്നെ തടയേണ്ട കുറെ കാര്യങ്ങൾ, അത് കുറെ മത്സരങ്ങൾക്ക് മുമ്പൊക്കെ പഠിച്ചാണ്. കഴിഞ്ഞ ഫസ്റ്റ് എൽ ക്ലാസിക് എന്ന് പറയുമ്പോൾ റയൽ മാഡ്രിഡ് കാര്യം കാണിച്ചെന്നാണ്. വിനീഷ്യസ് ഒക്കെ അടിച്ച ഗോളുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാൻ പറ്റും. ആള് സെന്ററിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് ഗോൾ അടിച്ചിട്ടുണ്ട്, കൊണ്ടേയൊക്കെ ബീറ്റ് ചെയ്തിട്ട്. അപ്പൊ അവിടെ നിന്ന് തടയാൻ ശ്രമിക്കുന്നില്ല, അവിടെ നിന്ന് ഫൗൾ ചെയ്തോട്ടെ, അതൊന്നും ചെയ്യുന്നില്ല. അവിടെ നിന്ന് സോഫ്റ്റ് ടച്ച് ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പെനാൾട്ടി ബോക്സിന് ഉള്ളിൽ വരെ കൊണ്ടുവരും. ഇവിടെ വന്നിട്ട് പിന്നെ ഒന്നും പറ്റില്ല, ഗോള് വഴങ്ങല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ എന്താണ് ഇനി ബാഴ്സയുടെ മുന്നോട്ട് പോകുന്നത് പറഞ്ഞാൽ, അടുത്ത മാസം നടക്കാൻ പോകുന്ന അടുത്ത മത്സരം വരാൻ പോകുന്നുണ്ട്. കിഡിലൻ കംബാക്ക് അടിക്കുന്നൊക്കെയുള്ള ഈ ഒരു ചാൻസ് ആണെങ്കിൽ എനിക്കൊരു ബിലീവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചാൻസിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കംബാക്ക് ഉണ്ടാവില്ല, ഒരു കുന്നുണ്ടാവില്ല. കറ്റടിക്കാൻ വേണ്ടിയിട്ട് കട്ടാക്കി ബസ്കാർക്കെയും 1-2 തിരിച്ചടിക്കാൻ പറ്റും. അടിക്കും, ബാഴ്സ അടിക്കായിരിക്കും, അടിക്കില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ കംബാക്ക് അടിക്കാനുള്ള ചാൻസ് വെച്ചു. ഇനി 5 ഗോളിങ് അടിക്കണം, 4 ഗോളിങ് അടിച്ചാൽ സമനില, പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പെനാൽറ്റിയിലേക്ക് പോകുള്ളൂ. പക്ഷേ അതിനുള്ള ചാൻസ് ഒന്നും ഇപ്പോഴത്തെ ചെയ്യരുത്. അപ്പോൾ വൻസിപ്പിളിക്ക് എന്തായാലും 2 ദിവസം പ്ലെയേഴ്സിനൊക്കെ റെസ്റ്റ് കൊടുത്തിരിക്കണം, എന്തായാലും ഒരു റീഫ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ജിറോണയ്ക്ക് മുമ്പുള്ള കളിയിലായിരുന്നു അത് കൊടുക്കേണ്ടിരുന്നത്. എന്താ പറഞ്ഞാൽ ഓൾറെഡി 4-0 പരാജയപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലിയും അതേപോലെ തന്നെ ഫിസിക്കലി എല്ലാം തളർന്നു നിൽക്കുന്ന ടീം അവർക്ക് ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ജിറോണയ്ക്കെതിരെ അതും 2 എവേ മത്സരമാണ് കളിച്ചിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ എന്തായാലും റയൽ മാഡ്രിഡ് തലപ്പത്തെത്തിക്കുക. അവർ അവസാനത്തെ മത്സരം കിഡിലനായിട്ട് റയൽ സോസിഡാഡിനെ 4-1 പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ഇപ്പോൾ 1ാം സ്ഥാനത്തായിരിക്കുന്നത്. അവസാനം നടന്ന മത്സരങ്ങളൊക്കെ റയൽ ഇങ്ങനെ കത്തിക്കയറിക്കൊണ്ടിരിക്കും. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന മത്സരത്തിൽ ബെൻഫിക്ക നേരിടുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ആളുടെ പുതിയ കോച്ച് വന്നിട്ട് അവർക്ക് കോപ്പ ഡെൽ റേയിൽ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട് പുറത്ത് പോകേണ്ടി വന്നതെല്ലാം ശരിയാണ്. പക്ഷെ അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ എംബാപ്പെ പോലും ഇല്ലാതെ, ബെല്ലിംഗ്ഹാമും എംബാപ്പയും പോലും ഇല്ലാതെ കിഡിലൻ ടീം ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ കാലത്തിന് ശേഷം ആ ഒരു ഫസ്റ്റ് ഗോൾ ഗാസിയുടെ, എംബാപ്പെ ഇല്ലാത്ത സമയത്ത് ഈ സംഗതി റയലിനോട്ട് നല്ല മിന്നും ഫോമിലാണ് കളിക്കുന്നത്. അതേപോലെ സെക്കൻഡ് ഗോളിൽ വഴിവെച്ച വിനീഷ്യസിന്റെ പെനാൾട്ടി, അതേപോലെ 3ാമത്തെ ഒരു ബാങ്കർ അവരുടെ വാൽവേർഡെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗോളുകളൊന്നും ഈ ചങ്ങായിക്ക് പറ്റൂല, സിമ്പിൾ ഗോളൊന്നും അടിക്കൂല. ഈ ബാങ്കറുകൾ ഇങ്ങനെ അടിക്കാന്ന് പറഞ്ഞാൽ അത് ഈ ചങ്ങാനെ കഴിച്ചിട്ടേ ഉള്ളൂ. ബാക്കി ഏത് ടീം നോക്കിയോട്ടെ ബാങ്കറുകൾ അടിക്കാൻ മിടുക്കൻ തന്നെയാണ്. അപ്പോൾ ആൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടിയിട്ടുണ്ട് കളിക്കാൻ ഇപ്പോൾ അലക്സാണ്ടർ വന്ന ശേഷം. അതേപോലെ തന്നെ വിനീഷ്യസ് 2 ഗോളുകൾ പെനാൾട്ടിയിലൂടെ. എന്താ പറയുക, അവര് പരമാവധി പെനാൾട്ടി ബോക്സിന്റെ ഉള്ളിൽ പോയിട്ട് പെനാൾട്ടിക്ക് വേണ്ടിയുള്ള അറ്റംപ്റ്റ് നടത്തുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഫൗൾ ചെയ്ത് പെട്ട് കഴിഞ്ഞാൽ ട്രിപ്പിൾ ചെയ്ത് പോകുമ്പോൾ ഫൗൾ ചെയ്ത് വിട്ട് പെനാൾട്ടി കിട്ടുന്ന റയലിന് നന്നായിട്ട് അറിയാം. അല്ലാതെ റയലിന് കിട്ടുന്ന പെനാൾട്ടി പറഞ്ഞിട്ട് കറിയത്ത് കാര്യമില്ല. ഈ സീസണിൽ 13 പെനാൾട്ടിയോളം ജെറോണയ്ക്ക് കിട്ടിയത് 7ആണ്, ബാഴ്സലോണയ്ക്ക് കിട്ടിയത് 7ആണ്, ജെറോണയ്ക്ക് കിട്ടിയത് 7ആണ്. അപ്പോൾ 13 പെനാൾട്ടികൾ കിട്ടിയിട്ടുണ്ട്. അതപ്പോൾ അതിനുള്ള അറ്റംപ്റ്റ് ആണ്, അവരുടെ ഒരു ഇതാണ്. അതിപ്പോൾ ആഴ്സണലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെറ്റ് പീസിലൂടെ ഗോൾ നേടലാണ്. അതേപോലെ റയലിന്റെ കാര്യം ഇതാണ്, റയൽ പരമാവധി പെനാൾട്ടി ബോക്സിനുള്ളിൽ പോയിട്ട് ട്രിപ്പിൾ ചെയ്ത് പോകാൻ നോക്കും. അപ്പോൾ പ്ലേയേഴ്സിന് എന്തായാലും ഡിഫൻഡർമാർ തടയാൻ നോക്കും, തടയുമ്പോൾ പെനാൾട്ടി കിട്ടും. അത് അവരുടെ ഒരു ലോജിക്കാണ്. അങ്ങനെ എക്സ്ട്രാ ടൈം 9 മിനിറ്റും കിട്ടി, അവരുടെ ഒരു പ്ലേയേഴ്സിന്റെ റെഡ് കാർഡും കിട്ടി. അതിൽ സെക്കൻഡ് ഗോൾ വന്നത് ആ കുണ്ടയുടെ ഒരു ഫൗള്, കുണ്ടയ്ക്ക് അനുകൂലമായിട്ടൊരു ഫൗളും നടന്നിട്ടുണ്ടായിരുന്നു. അത് ജിറോണയുടെ അർജന്റീന പ്ലെയറായ ചെവേര പറയുന്നുണ്ട്, ഞാൻ
കൊണ്ടേ കാലിൽ ചവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ റഫറി അത് കണ്ടില്ല, വാർ അത് ചെക്ക് ചെയ്തില്ല. റഫറി കണ്ടില്ല എന്ന് പറയുന്നത് അത് സ്പീഡ് ഒരു അറ്റംപ്റ്റ് ആണ്, അത് റഫറി കണ്ടില്ല പറയുന്നത് ശരിയാണ്. പക്ഷെ വാർ റൂമിൽ കുറെ 3-4 ഇരിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് ചങ്ങായിമാർ ടി വി നോക്കിയിരിക്കുന്നത്? അതാ മനസ്സിലാകത്ത്. ഞാനിതിനെ ഇതായിട്ട് ഈ കളിയെ തോൽവിയെ ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനയല്ല. പക്ഷെ എന്നാലും ഏത് ടീം ആയിക്കോട്ടെ, ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വാർ റൂമിൽ 3-4 റഫറിമാര് അസിസ്റ്റന്റ് ആയിട്ട് വാർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇരുത്തിയത് പിന്നെ എന്ത് തേങ്ങയ്ക്കാണ്? ഇതുകൊണ്ടൊന്നും ബാഴ്സയുടെ തോൽവി അവിടെ നമുക്ക് മാച്ച് കളയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വളരെ വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. അത് ടീമിനെ, ഓരോ ടീമിന്റെയും ഓരോ കളികളിൽ തന്നെ ബാധിക്കും. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ ജിറോണ 12 ഷോട്ടുകൾ എടുത്തില്ല, അതിൽ 9 ഓൺ ടാർഗറ്റിലേക്ക് എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ ജോൺ ഗാർസിയ എത്രമാത്രമാണ് സേവുകൾ നടത്തിയെന്ന് കളി കണ്ടവർക്ക് അറിയാൻ പറ്റും. ആ ചങ്ങായി എന്താ പറയാ, ലാ ലീഗിൽ കിട്ടില്ല പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഗോൾ എത്രയായാലും എല്ലാ ഗോളും തടയാന്ന് പറഞ്ഞാൽ പിന്നെ അത് അമാനുഷികനായിരിക്കണം. അപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാഴ്സലോണ നോക്കുകയാണെങ്കിൽ 23 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. എന്നാൽ 4 മാത്രം 19 ഷോട്ടുകൾ ഓഫ് ടാർഗറ്റിലേക്കാന്നുള്ളത്. അപ്പൊ അത്രയും മോശപ്പെട്ട ഫിനിഷിംഗ്. 41% പൊസിഷൻ മാത്രമേ ജിറോണയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ 51% പൊസിഷൻ ഉണ്ടായിരുന്നു. 315 പാസുകൾ മാത്രമേ ജിറോണ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അവിടെ 763, ഓൾമോസ്റ്റ് 800 പാസുകളുടെ അടുത്ത് ആവാനായി. എന്താ അങ്ങനെ ഗോൾ ഇട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഗോൾ അടിക്കണം. ഗോൾ അടിച്ചില്ലെങ്കിൽ ഇവിടെ ഗോൾ വഴങ്ങാതെങ്കിയിരിക്കണം. അതുമില്ല, ഗോൾ അടിക്കില്ല, അവിടെ വഴങ്ങില്ല എന്ന് പറഞ്ഞാൽ പണി തീർന്ന് ബാഴ്സയുടെ. 81% പാസിംഗ് അക്യുറസി ഉണ്ടായി ജിറോണയ്ക്ക്, 91% പാസിംഗ് അക്യുറസി അവിടെ ഉണ്ടായിരുന്നു. 9 ഫൗളുകൾ ജിറോണ കമ്മിറ്റ് ചെയ്തപ്പോൾ 7 ഫൗളുകളാണ് ബാഴ്സലോണ കമ്മിറ്റ് ചെയ്ത്. ഒരു യെല്ലോ കാർഡും, ബാഴ്സയ്ക്ക് 2 യെല്ലോ കാർഡ് ഉണ്ട്, ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അവസാനമായിട്ട്. ആ അവസാന ടൈമിൽ റെഡ് കാർഡ് കിട്ടിയാലൊന്നും കാര്യമില്ല. അതും ഒരു എന്താ പറയാ, ഒരു കിടിലൻ ഒരു റണ്ണിലൂടെ പോകുന്ന സമയത്ത് യമാലിനെയൊക്കെ ആ ടൈം വരെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഓരോ കളിക്കും. അതൊക്കെ ഒരു നല്ല ഫൗളാണ്. ആ ഒരു ഫൗളിലൊക്കെ എന്തെങ്കിലും ഗുരുതരമായി പരിക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 മാസം ചങ്ങനെ കളിക്കാൻ കിട്ടില്ല. അപ്പൊ എന്താ ബാഴ്സയുടെ അവസ്ഥ എന്ന് അറിയിച്ചു നോക്ക്, യമാലും കൂടി ഒരു സൈഡിലില്ലെങ്കിൽ. അപ്പൊ ഇതിലൊക്കെ റൂണി ഉണ്ട്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഒരു 20 മിനിറ്റ് ഒക്കെ ആൾക്കുമുള്ള പ്ലേയിങ് ടൈം കൊടുക്കണം. അല്ലെങ്കിൽ ഇനിയും പണികൾ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മാനേജ്മെന്റും കോച്ചും ഇതൊക്കെ ഇവർ തിങ്ക് ചെയ്യേണ്ട സമയങ്ങളാണ്. നമ്മളെക്കാളൊക്കെ ഒരുപാട് അറിവുള്ള ആൾക്കാരാണ്, ഒരുപാട് ഫുട്ബോൾ അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ഇതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്തിട്ട് പുതിയ പുതിയ ഡിസിഷൻ എടുക്കേണ്ടതുണ്ട്. അപ്പൊ അടുത്തത് നോക്കി കഴിഞ്ഞാൽ ഓഫ് സൈഡ് നോക്കി കഴിഞ്ഞാൽ 4-2 അവിടെ ഉള്ളത്. കോർണേഴ്സ് വിൻ ചെയ്ത് 3 ജിറോണ വിൻ ചെയ്തത്. അവിടെ 7 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു കുബാസിയുടെ കിടലൻ ഗോളിലൂടെയാണ് ബാഴ്സ സ്കോർ ബോർഡ് തുറക്കുന്നത്. സെക്കൻഡ് ഹാഫ് വരെ കാത്തിരിക്കേണ്ടുന്ന ആ ഒരു ഗോൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടേബിളിലേക്ക് നോക്കി കഴിഞ്ഞാൽ 24 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 19 വിജയവും 3 സമനിലയും 2 തോൽവി അടക്കം 60 പോയിന്റുമായിട്ട് റയൽ മാഡ്രിഡാണ് തലപ്പത്തുള്ളത്. അവർ കുറെ കാലത്തിന് ശേഷം തലപ്പത്തെത്തിരിക്കുക. റയൽ മാഡ്രിഡ് ഫാൻസ് അങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അത്ലറ്റിക്കോ മാഡ്രിഡായ തോൽവി 4-0 തോൽവി ഇങ്ങനെ ആഘോഷിച്ച് കഴിഞ്ഞില്ല. അപ്പോഴേക്കും അടുത്ത ആഘോഷത്തിനുള്ള ഒരു ഇത് കിട്ടിയിരിക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം. അപ്പൊ എന്തായാലും അവർ ആഘോഷിക്കട്ടെ. ആഘോഷിക്കാനുള്ള സമയത്ത് നമ്മുടെ ടീം ജയിക്കുമ്പോൾ അത് ആഘോഷിച്ചുകൊണ്ടേയിരിക്കണം. മറ്റുള്ള ടീമിന്റെ തോൽവിയിലും അത് നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. അപ്പൊ അത് ആഘോഷിക്കുക, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ബാഴ്സലോണ നോക്കുകയാണെങ്കിൽ 24 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 19 വിജയം, 1 സമനിലയും 4 തോൽവി അടക്കം 58 പോയിന്റ്, 2 പോയിന്റ് ഗ്യാപ്പ്. ഇതുവരെ 2 പോയിന്റ് താഴെയായിരുന്നു റയൽ മാഡ്രിഡ്. ബാഴ്സയുടെ ഒരു തോൽവിക്കും അല്ലെങ്കിൽ ഒരു സമനിലയ്ക്കും വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവർ അവര് കറക്റ്റായിട്ട് മുകളിൽ കയറി പോയിട്ടുണ്ട്. 3-ാം സ്ഥാനത്ത് വില്ലാറിലാണ് 23 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 45 പോയിന്റുമായിട്ട് ഒരുപാട് പോയിന്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും 1-2 സ്ഥാനക്കാരന് റയൽ മാഡ്രിഡ് ഓർ ബാഴ്സലോണ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. 24 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം 14 മത്സരങ്ങൾ കൂടി ബാക്കിയുള്ളൂ. അതിൽ എൽ ക്ലാസിക്കോ വരാണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് കളികൾ വരാണ്ട്, അതേപോലെ ഈ കുഞ്ഞൻ ടീമുകൾ അട്ടിമറിക്കാനുള്ള ടീമുകളുടെ കളിയും വരാണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ കാത്തിരുന്ന് കാണാം. അപ്പൊ എന്തായിരിക്കും, ആരായിരിക്കും ഈ സീസണിൽ ലാ ലീഗ് ടേറ്റ് അടിക്കുക എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.